ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8-ലെ റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ 1, 2, 3 ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം 11ഉം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ പിന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വേണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കട്ടെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സുഖമായില്ലേ, ഒറ്റ വീഡിയോ നോക്കിയാൽ മതിയില്ലേ ഇതെല്ലാം കൂടി കിട്ടാൻ. ഇപ്പോൾ 1, 2, 3 വേറെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു വൺ ഷോട്ട് വീഡിയോ വേറെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആണല്ലോ, എല്ലാവരും റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം കേട്ടോ ഈ സൊല്യൂഷൻ വീഡിയോസ് കാണാൻ വരാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന എല്ലാം അങ്ങോട്ട് പിടികിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഓരോന്നും പറയുമ്പോൾ എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ട്, എന്നാൽ കൂടി നമ്മൾ അതുകൂടെ കണ്ടിട്ട് വരണം. ഇത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ അത് കണ്ടു വന്നാൽ കുറച്ചും കൂടി ഈസിയാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടാവില്ലല്ലോ, ഒന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ട് വരാമല്ലോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിനെ കുറിച്ച് ഫുള്ള് പറയുന്നുണ്ട് അതിൽ. അത് കണ്ടുവരുമ്പോൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും എന്താണ് സംഗതി എന്ന് നമുക്കറിയാലോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഈ 4th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ്? -13. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? ഓർമ്മ ഉണ്ടോ പഠിച്ചത്? ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് കണ്ടിട്ട് വന്നതാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ നമുക്കൊരു നമ്പർ വെച്ച് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ ഇവിടെ 3 എന്നെടുത്തു. 3നെ എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. 1 കിട്ടിയാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാം. 1 അല്ല മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ 3 ആയിട്ട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതുമായിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3 × 0 എത്ര കിട്ടുന്നത്? 0 ആണ്. 3 × 1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. 1 എന്ന് വേണം നമുക്ക് ആൻസർ കിട്ടാൻ. എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ 1 കിട്ടുന്ന രീതിയിലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ 3നെ ഇങ്ങനെ 3/1 എന്ന് എഴുതി, ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഒന്നുകൂടി പറയാം. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിരിച്ചെഴുതുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ മേലെയും ന്യൂമറേറ്റർ താഴെയുമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ റെസിപ്രോക്കൽ കിട്ടി. ഈ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മളിതിനെ. അപ്പോൾ നമുക്ക് 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 × 3 എന്ന് പറഞ്ഞാലും 3 ആണ്. ഈ 3യും 3യും ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 1/1 അല്ലേ? 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? 3 ആയിട്ട് എന്തോ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു നമ്പറാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. എന്നാൽ എല്ലാവരും ഒന്ന് നോക്കിയേ, 2/3. 2/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ, അതിനെ തിരിച്ചെഴുതുക. അപ്പോൾ 3/2 അല്ലേ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ കമൻറ്റ് സെക്ഷനിൽ പോകും, നമ്മളതിൽ നമ്മുടെ ഡൗട്ട് ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. നമുക്ക് അടുത്ത ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നോക്കി എങ്ങനെയുണ്ടെന്ന് ഇപ്പം തന്നെ ഓരോരുത്തർ ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അത്ര ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, -13 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ -13നെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ ഒന്ന് നോക്കാം. -13 നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കൊടുക്കുക അല്ലേ? -13/1. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -13 ഇതിൻ്റെ തിരിച്ചെഴുതണം നമ്മൾ 1/13.
-13. ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ഇത് നോക്കൂ, -13/19. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാലോ. നമ്മളിതിൽ സൈനൊന്നും മാറ്റാൻ പോകരുത് കേട്ടോ. സൈനൊന്നും മാറ്റരുത്. അത് ആഡിറ്റീവ് ഇൻവേഴ്സിലാണ് സൈൻ മാറ്റുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ ആരും സൈനൊന്നും മാറ്റരുത്. ഇവരെ തിരിച്ചെഴുതണം. അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? -13 താഴോട്ട് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് 19/-13 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതുക നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈനസ് മേലോട്ട് വന്നോട്ടെ. -19/13. മൈനസ് താഴെ ആയാലും മേലെ ആയാലും ഒക്കെ വാല്യൂ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും മേലത്തെ നമ്പറിൻ്റെ അടുത്ത് ആ മൈനസ് എഴുതി കൊടുക്കുക കേട്ടോ. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ഒന്നല്ല. ഈ മൊത്തം നമ്പറിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇതൊരൊറ്റ ഫിഗറാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് വേണം? മൈനസ് മേലെ കൊടുക്കണം കേട്ടോ. ആരും തെറ്റിക്കരുത്. എല്ലാവർക്കും ആൻസർ മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നമുക്ക്. അതായത് 1/5 എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ്. 1/5നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/1 കിട്ടും. പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഫോമൊക്കെ അറിയുന്ന നമ്മൾ 5 എഴുതിയാൽ മതി. 5/1 എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. 5/1 എഴുതിയിട്ട് =5 എന്ന് എഴുതിയാൽ എന്താ? അവിടെ ആ ആൻസർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് -5/8 ഇൻറ്റു -3/7 ആണ്. അപ്പോൾ നേരെ പോയി ഇതിനെല്ലാം തിരിച്ചിടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 5 × 3 15 ആണ്. പിന്നെ /8 × 7 56. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എഴുതാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? അതിൻ്റെ തിരിച്ചങ്ങോട്ട് എഴുതാം. 56/15 അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ? -1 ഇൻറ്റു -2/5 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് കിട്ടും. 1 × 2 2 ആണ്. 2/5 എഴുതി. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ എന്താ വരുന്നത്? 2/5. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/2 അല്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ -1 എന്നാണ്. അപ്പോൾ -1 എഴുതി നമ്മൾ. -1/1 എന്ന് എഴുതി. ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ നമുക്ക് 1/-1 അല്ലേ? അപ്പോൾ 1/-1 എന്ന് പറഞ്ഞാൽ എന്താ? -1/1. ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും മൈനസ് സൈൻ മേലെ കൊടുക്കണം. പിന്നെ -1/1 എന്ന് പറഞ്ഞാൽ എന്താ? -1 തന്നെ. അപ്പോൾ നമുക്ക് -1ൻ്റെ റെസിപ്രോക്കലും -1 തന്നെയാണ്. ഒരു മാറ്റവും വന്നില്ല അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവർക്കും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി ചെയ്യുന്നേ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും നിങ്ങൾ. ഞാൻ എല്ലാം പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ക്വസ്റ്റ്യനിലും എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് -4/5 ഇൻറ്റു 1 ഈക്വൽസ് ടു 1 ഇൻറ്റു -4/5 ഈക്വൽസ് ടു -4/5 എന്നാണ്. ഇവിടെ നമുക്ക് -4/5നെ 1 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 1നെ -4/5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ -4/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് വെറും പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രമാണ്. അതല്ലാതെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കണ്ടത് എന്താ? 1 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. 1 ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിൻ്റെ വാല്യൂ മാറുന്നില്ല. അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പോയാൽ കാണാം കേട്ടോ. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂ മാറുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഇവിടെ കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ നമ്പറിന് വാല്യൂവിൽ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം കണ്ടല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി A × B
ഈക്വൽസ് ടു ബി ഇൻറ്റു എ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ വാല്യൂ മാറുന്നില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ അടുത്തതായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി. അതാണ് -4/5 ഇൻറ്റു 1 ഈക്വൽസ് ടു അത് തിരിച്ചു 1 ഇൻറ്റു -4/5. അപ്പോഴും വാല്യൂ ഒന്നും മാറിയില്ല. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസ് ഇതിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് പ്രോപ്പർട്ടി എവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അല്ലേ. -13/17 ഇൻറ്റു -2/7 ഈക്വൽസ് ടു -2/7 ഇൻറ്റു -13/17. എന്താ ഇവിടെ വന്നത്? എ ഇൻറ്റു ബി ഈക്വൽസ് ടു ബി ഇൻറ്റു എ അല്ലേ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ -13/17, ബിയുടെ പൊസിഷനിൽ -2/7. അത് തിരിച്ചിട്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സെയിം തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? -19/29 ഇൻറ്റു 29/-19. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ മൈനസ് വിലക്കൊക്കെ വരും കേട്ടോ. ഇത് ക്വസ്റ്റ്യനിലുള്ള അതുപോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കിട്ടണമെങ്കിൽ ഇതേ 19 ഒക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ മറ്റേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെസിപ്രോക്കൽ അല്ലേ, -19/29 റെസിപ്രോക്കൽ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 29/-19 എഴുതിയപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കുഞ്ഞു ക്വസ്റ്റ്യൻസ് അല്ലേ, എത്ര ഈസിയാന്ന് നോക്കിയേ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് multiply 6/13 by the reciprocal of -7/6. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ? 6/13. എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റെസിപ്രോക്കൽ ഓഫ് -7/6. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് -7/6ൻ്റെ റെസിപ്രോക്കൽ എന്താ നോക്കാം. തിരിച്ചെഴുതുക. റെസിപ്രോക്കൽ എന്താ? 6/7 -7 ഉള്ളത് ഇവിടെ കൊടുത്തു നമ്മൾ. ഓക്കെ, അപ്പോൾ -6/7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. 6/13 എഴുതി ഇൻറ്റു -6/7. അപ്പോൾ നമുക്ക് 6 × 6 36 കൂടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിനെ നമ്മളിവിടെ എഴുതി കൊടുത്തു. ഇനി 13 × 7 ചെയ്ത് നോക്കാം. 3 7s are 21, 1 here, 2 here, 1 7s are 7, 7 + 2 is 9. ഓക്കെ, അപ്പോൾ നമുക്ക് -36/91 എന്ന് കിട്ടി. റെഡി അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? കറക്റ്റ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇതിലിപ്പോൾ എന്താ നമുക്ക് കാണുന്നത്? 1/3 ഇൻറ്റു ഒരു ബ്രാക്കറ്റിനകത്ത് 6 × 4/3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ 1/3 × 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ 4/3 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 1/3 6 4/3 ഇവിടെയുണ്ട്, 1/3 6 4/3. ഇവരെ ആദ്യം ഈ 6 × 4/3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ 1/3 × 6 ചെയ്തിട്ട് പിന്നെ ആ ആൻസറിൻ്റെ കൂടെ 4/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നോക്കൂ, A × B × C എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബിയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ മൾട്ടിപ്ലൈ ചെയ്താലും ഇതുപോലെ A × B × C എന്നുള്ളതിന് പകരം നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിയും മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ ആൻസർ കിട്ടുമെന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടിയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി.
ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് അറിയുന്ന ആ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈസ് 8/9 the multiplicative inverse of -1 1/8? Why or why not? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ? 8/9 -1 1/8ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ആൻസർ 1 അല്ല കിട്ടിയതെങ്കിൽ നമുക്ക് പറയാം ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന് പറയാം. ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ആൻസർ 1 കിട്ടും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. 8/9 ഇൻറ്റു -1 1/8. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മിക്സ് ഫ്രാക്ഷനെ ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 8/9 ഇൻറ്റു -1 1/8നെ നമ്മളെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? -1 1/8 ഉണ്ട്. ഇത് നമ്മൾ 1 × 8 ഫസ്റ്റ് ചെയ്യണം. 1 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 8 എന്ന് പറഞ്ഞാൽ 8 + 1 9. അപ്പോൾ നമുക്ക് 9 എഴുതാം. ഈ മൈനസ് ഇവിടെ എഴുതാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ, ഇതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് -9/8 ആണ്. അതിവിടെ എഴുതി കൊടുക്കാം. -9/8 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 8ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്യാം. ഈ 9ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ആൻസർ കിട്ടിയത്? ഇവിടെ ഒരു 1, എല്ലായിടത്തും ഓരോ 1 ഉണ്ടാവും അല്ലേ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 × -1 ആണ് /1. അപ്പോൾ നമുക്ക് -1 എന്നാണ് ആൻസർ കിട്ടിയത്. -1 ആൻസർ കിട്ടിയാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകണമെങ്കിൽ 1 എന്ന് തന്നെ കിട്ടണം. +1 തന്നെ ആയിരിക്കണം അത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഫൈനലി എങ്ങനെ എഴുതി കൊടുക്കാം? 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8 എന്ന് എഴുതി കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് കാര്യമൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ ആൻസർ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് -1 എന്നാണ് ആൻസർ. -1 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇഫ് 0.3 the multiplicative inverse of 3 1/3, why or why not? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3 എന്ന് പറയുന്നത് 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലയോ? അതൊരു ക്വസ്റ്റ്യൻ. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, നമ്മൾ റീസൺ കൊടുക്കണം. അപ്പോൾ എന്തോ ചെയ്യാം? നമുക്ക് ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. +1 തന്നെ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയും. +1 കിട്ടിയില്ല, വേറെ എന്തെങ്കിലും നമ്പറാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന്. അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. 0.3 × 3 1/3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3നെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. 3/10 എന്ന്. ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ /10 എഴുതി. അത് കഴിഞ്ഞു. ഇൻറ്റു ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? 3 × 3 9, 9 + 1 10, 10/3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 ൽ 3 1 ടൈം, 3 ൽ 3 1 ടൈം, 10 ൽ 10 1 ടൈം, 10 ൽ 10 1 ടൈം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 × 1 1 1 × 1 1 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. നമ്മുടെ ആളല്ലേ ഇത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ? 1 കിട്ടിയാലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0.3 ഈസ് ദ multiplicative inverse of 3 1/3. ഓക്കെ, 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൻ്റെ റീസൺ പറയണം. റീസൺ പറയാനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇവിടെ എഴുതി കൊടുക്കാം. 0.3 × 3 1/3 = 1. So 0.3 is the multiplicative inverse of 3 1/3.
ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തോളൂല്ലോ. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ ഇല്ലാത്ത ഒരു റേഷണൽ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് നമ്പർ എഴുതിയാലും നമുക്ക് റെസിപ്രോക്കൽ ഉണ്ട്. പക്ഷെ നമ്മൾ 0 എഴുതി കഴിഞ്ഞാൽ നോക്കിയേ, സീറോയെ നമ്മൾ 0/1 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതുന്നത് 1/0 ആയിരിക്കും. ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 0ക്ക് റെസിപ്രോക്കൽ ഇല്ല. അപ്പോൾ ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ, അത് ഒരു 0 ആണ്. നമുക്ക് അതിനെ 0 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ്. എങ്ങനെ, ഏത് റേഷണൽ നമ്പറിനാണ് അതിൻ്റെ റെസിപ്രോക്കലും ആ നമ്പറും ഈക്വൽ ആകുന്നത്? അപ്പോൾ നമ്മൾ 2 ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2/1, 1/2 ഈക്വൽ അല്ല. പക്ഷെ 1ൻ്റെ കാര്യം നോക്കിയാൽ 1ന് നമ്മൾ 1/1 എന്ന് എഴുതി. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാലും 1/1 തന്നെയാണ്. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി, 1 എന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഒരാളും കൂടെ എങ്കിലും ഉണ്ടാവും അല്ലേ. നോക്കാം, -1 നോക്കാം. -1/1 അതിൻ്റെ റെസിപ്രോക്കൽ 1/-1. അപ്പോൾ നമുക്ക് -1 എന്ന് തന്നെയാണ് അത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 1 and -1 അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല ഈക്വൽ ടു നെഗറ്റീവ് ആകുന്നത് നമ്മുടെ 0ക്ക് മാത്രമേ അതിന് സാധിക്കൂ. അപ്പോൾ നമ്മളിവിടെ 0 എന്ന് കൊടുക്കാം. 0ക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ 0 തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ 0 കൊടുക്കാം. അപ്പോൾ എല്ലാറ്റിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1 and -1 ആണ്. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ, നോ റെസിപ്രോക്കൽ. ഓക്കെ. ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. അപ്പോൾ ചെയ്തല്ലോ നമ്മൾ അല്ലേ, 1 and -1 ചെയ്ത് കാണിച്ചു തന്നല്ലോ ഞാൻ. പിന്നെ ദ റെസിപ്രോക്കൽ ഓഫ് -5 ഈസ്, റെസിപ്രോക്കലാണോ ചോദിച്ചത്, സൈൻ മാറ്റി എഴുതാനൊന്നും ആരും പോകണ്ട. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇപ്പോൾ +5 എഴുതി കൊടുത്താൽ മതിയില്ലേന്ന്. അല്ല, റെസിപ്രോക്കലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -5ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചെഴുതണം, 1/-5. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ -1/5 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ, -1/5. ഓക്കെ. ഇനി അടുത്തത് റെസിപ്രോക്കൽ ഓഫ് 1/x വെയർ x ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്ക് 1/xൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ x/1 ആണ്. x/1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ x എന്ന് എഴുതി കൊടുക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 റേഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ റേഷണൽ നമ്പർ. റേഷണൽ നമ്പർ 2 റേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷണൽ നമ്പർ തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലോഷർ പ്രോപ്പർട്ടി ഒക്കെ പഠിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഇൻട്രഡക്ഷൻ വീഡിയോയിലുണ്ട്. എല്ലാവരും ഇവിടെ ഡൗട്ട് വരുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. എല്ലാവരും ആദ്യം കണ്ടിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണണേ. ദ റെസിപ്രോക്കൽ ഓഫ് എ പോസിറ്റീവ് റേഷണൽ നമ്പർ ഈസ്. അപ്പോൾ എന്താ, പോസിറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ്. നെഗറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് ആയിരിക്കും. എന്താ സംഗതി, 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 ആണ്. പോസിറ്റീവ് തന്നെ കിട്ടിയത് രണ്ടും. -1/2ൻ്റെ റെസിപ്രോക്കലാണെങ്കിൽ -2/1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ മൈനസ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും നെഗറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവായിരിക്കും. അത്ര തന്നെ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ. ഈ സൊല്യൂഷൻസൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയൂ അല്ലേ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസിയായി, നന്നായി മനസ്സിലായി എന്നൊക്കെ പറയൂ അല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക്
മറ്റുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സഹകരിക്കണം. എല്ലാവരും സഹകരിക്കുന്നുണ്ട്, സഹകരിക്കുമല്ലോ അല്ലേ? പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ആക്റ്റീവായി കമൻറ്റ് സെക്ഷനിലൊക്കെ വരിക. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു.